കുവൈറ്റ് അപകടത്തിൽ മരിച്ച തിരുവല്ല സ്വദേശി തോമസ് ഉമ്മന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് വസതിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക. അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെയും മുല്ലപ്പള്ളി സ്വദേശി സിബിൻ എബ്രഹാമിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കും. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. സുജു, എന്തൊക്കെയാണ് ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? വർഷ, ഇപ്പോൾ നമ്മൾ മേപ്ര സ്വദേശി തോമസ് ഉമ്മൻ്റെ വീട്ടിലാണുള്ളത്. ഇന്ന് തോമസ് ഉമ്മൻ്റെ സംസ്കാരം നടക്കും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃ സഹോദരൻ കൂടിയായിരിക്കുന്ന മോൻസി ചേരുന്നുണ്ട്. എപ്പോഴത്തേക്കാണ് സംസ്കാര ചടങ്ങ്? 2 മണിക്ക് വീട്ടിൽ വെച്ചുള്ള ശുശ്രൂഷ തുടങ്ങും. ഒരു 3 മണി 3:30 ആകുമ്പോഴേക്കും സംസ്കാരം പള്ളി വെച്ചാണ്. ഓർത്തഡോക്സ് പള്ളി, മേപ്ര വലിയ പള്ളി. ഈ ഓഗസ്റ്റ് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അവൻ്റെ സഹോദരൻ്റെ വീടിൻ്റെ പാലുകാച്ചായിരുന്നു. സഹോദരൻ്റെ വീടെന്ന് പറഞ്ഞാൽ അവൻ്റെ വീടെന്ന് പറഞ്ഞുകൊണ്ട് അവനാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരുന്നത്. സഹോദരൻ കാശ് മുടക്കുമെങ്കിലും ഇവൻ്റെ വീടെന്നുള്ള ചിന്താഗതിയായിരുന്നു. അവൻ ആ പ്ലാൻ വരപ്പിച്ചതും എല്ലാം അവൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. സഹോദരൻ്റെ വീട്, പക്ഷേ അവൻ്റെ വീട് എന്നുള്ള രീതിയാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ജോബിനെ ആദ്യം അങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. ജോബിനെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയത്. സഹോദരൻ്റെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ടാണ് കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. വീടിൻ്റെ പാലുകാച്ചിൽ വരണമെന്ന് വലിയ ആഗ്രഹം. അവനാണ് പാലുകാച്ചിൻ്റെ എല്ലാം. ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്നത് ചെയ്യണമെന്ന് അവനാണ് തീരുമാനിക്കുന്നത്. ചേട്ടനല്ല, അവനാണ് തീരുമാനിക്കുന്നത്. എപ്പോഴും ഒരുമിച്ച് അവർ എന്നും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കും. എത്ര ജോലി തിരക്കായാലും അവർ സംസാരിക്കാൻ ഒരു ദിവസം പോലും ഇരിക്കത്തില്ല. വർഷ, വലിയ വേദനാജനകമായൊരു സാഹചര്യം തന്നെയാണ്. സഹോദരൻ്റെ വീട്ടിലേക്കായിരുന്നു ഇന്നലെ ആദ്യം തോമസ് ഉമ്മൻ്റെ മൃതദേഹം കൊണ്ടുപോയത്. അത് പുതിയ പണി കഴിപ്പിക്കുന്ന വീടാണ്. ആ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് ഓഗസ്റ്റിൽ നടക്കാനിരിക്കുമ്പോഴാണ് തോമസ് ഉമ്മൻ്റെ അപ്രത്യക്ഷമായ ഈ വിടവാങ്ങൽ. വീട്ടിലെത്തുന്ന ആളുകളെയെല്ലാം കണ്ണീരാഴ്ത്തുന്ന ഒരു കഥ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. നമുക്കറിയാം, കുവൈറ്റ് അപകടവുമായി ബന്ധപ്പെട്ട് അല്പം മുമ്പ് ജോസഫ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ വീട്ടിലും ഇതേ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ്. അപ്രതീക്ഷിതമായ ഒരു അപകടമുണ്ടാകുന്നു. അതിൽ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുക എന്ന് പറയുന്നത് ആ കുടുംബത്തിന് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ആദ്യ ദിവസം എത്തുമ്പോൾ പോലും ഈ മരണവിവരം ആദ്യം ഇപ്പോൾ സംസാരിച്ച മോൻസിയും അവരുടെ അടുത്ത ബന്ധുക്കളും അറിഞ്ഞിരുന്നു. എന്നാൽ വീട്ടുകാരിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നു. കാരണം അവർക്കറിയാം, ഇത് അമ്മയ്ക്കും ഭാര്യയ്ക്കൊന്നും തന്നെ താങ്ങാവുന്നതിനും അപ്പുറമാണ് ഈ വേദനയെന്ന്. അതിനാലാണ് ഈ കാര്യം ആദ്യം മറച്ചു വെച്ച. പിന്നീട് വളരെ വൈകിയാണ് പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുമ്പോൾ ഘട്ടത്തിലാണ് ഇവർ അമ്മയും അച്ഛനെയൊക്കെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്. ആ സമയം മുതൽ തന്നെ ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമായി തന്നെയാണ്. മാനസികമായി അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു ദുഃഖമല്ല ഇത് എന്നത് എടുത്തു പറയേണ്ടതായിട്ടാണ്. ചേട്ടൻ്റെ വീട്ടിൻ്റെ പാലുകാച്ചിന് വേണ്ടി അത് അമ്മാവൻ മോൻസി പറഞ്ഞ പോലെ ചേട്ടൻ്റെ വീട് എന്ന് പറയാൻ പറ്റില്ല. ഇവർ ഒരുമിച്ച് ചേർന്ന് പണി കഴിപ്പിക്കുന്ന ഒരു സ്വപ്ന ഭവനം എന്ന് പറയാം. ആ സ്വപ്ന ഭവനത്തിലേക്ക് ഓഗസ്റ്റിൽ പാലുകാച്ചിന് എത്തേണ്ട തോമസ് ഉമ്മൻ ഇന്നലെ ആ ചേതനയേറ്റ ശരീരമായിട്ടാണ് ആ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോൾ ഇന്നലെ എല്ലാവരും അത് കണ്ടു നിന്നവരെല്ലാം തന്നെ വിങ്ങിപ്പൊട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. വൈദ്യർക്കുൾപ്പെടെ വാക്കുകൾ ഇടറുന്ന ഒരു സാഹചര്യം. കാരണം അങ്ങനെ ഒരു കാര്യമല്ലായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. വളരെ സന്തോഷത്തോടെ ഈ ഓഗസ്റ്റിലെത്തുമ്പോൾ ആ വീടിൻ്റെ പാലുകാഴ്ച ചടങ്ങിന് പങ്കെടുക്കണമെന്ന വലിയ ആഗ്രഹമായിരുന്നു തോമസ് ഉമ്മനുള്ള. അതിന് പകരം ആ സ്വപ്നങ്ങൾ സഫലമാകാതെ ഏറ്റവും ദുഃഖകരമായ സംഭവം, അവിടേക്ക് വിദേശത്തുനിന്ന് തന്നെ ചേതനേറ്റ ശരീരമായി എത്തുക എന്ന് പറയുമ്പോൾ അത് തന്നെ അംഗീകരിക്കാൻ പറ്റില്ല. ഇതിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ മാത്രം ദുഃഖമല്ല, ഒരു നാടാകെ ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഇന്നലെയും അതുതന്നെയാണ്. ആകാശ് ശശിധരൻ നായരുടെ വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മൾ കണ്ട ആ ചെറിയ ഒരു മുടിയോർക്കോണം ഗ്രാമം, അവിടെയുള്ളവരുടെ എല്ലാം വലിയ ദുഃഖമായി മാറുന്നു. അങ്ങനെ കേരളത്തിൽ നമ്മൾക്ക് ഏറ്റവും അധികം തുക, അല്ലെങ്കിൽ ഇന്നലെ നോർക്ക പ്രഖ്യാപിച്ച കണക്കുകളൊക്കെ പ്രകാരമാണെങ്കിൽ ഏറ്റവും അധികം വലിയ ഒരു സംഭാവന കേരളത്തിന് നൽകുന്നത് തീർച്ചയായും പ്രവാസികളാണ്. പ്രവാസികളുടെ പിൻബലത്തിൽ കൂടെയാണ് നമ്മുടെ എല്ലാ വികസനവും നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നതിന് വലിയ അവർ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ പ്രവാസികളുടെ പങ്ക് അത്ര ചെറുതല്ല. നമുക്കറിയാം, ആദ്യം ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ് യൂറോപ്പിലേക്കും ഗൾഫിലേക്കൊക്കെ കുടിയേറ്റം ഉണ്ടാകുന്നത്. നഴ്സുമാരായിരുന്നു. പിന്നീടാണ്
മറ്റു തൊഴിലാളികൾ, അങ്ങനെ ഒരു നാടിനെ കെട്ടിപ്പടുത്തുന്ന പ്രവാസികൾ. അവരിൽ ജില്ലയ്ക്ക് ഈ കുവൈറ്റ് തീപിടുത്തത്തിൽ പൊലിഞ്ഞത് 5 ജീവൻ, 6 പേരെന്നും വേണമെങ്കിൽ പറയാം. കാരണം പാണ്ടനാട് സ്വദേശി അദ്ദേഹത്തിൻ്റെ ജന്മനാട് തിരുവല്ല, തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ജോസിൽ പറഞ്ഞ ചങ്ങനാശ്ശേരി ഇത്തിത്താനും അതുപോലെ പായപ്പാടും ഒക്കെ. അങ്ങനെ ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലയുടെ പ്രദേശങ്ങളിലായി ഈ കുവൈറ്റ് തീപിടുത്തത്തിൽ ജീവൻ പൊലിഞ്ഞു പോയത് അത് തീർച്ചയായിട്ടും വലിയ ദുഃഖകരമായ സാഹചര്യമാണ്. അത് ഒരു വീടിൻ്റെയോ ഒരു പ്രത്യേക പ്രദേശമല്ല, ജില്ലയ്ക്കാകെ ദുഃഖം പകരുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ നാടിൻ്റെ പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം മേഖലയിലേക്ക് വരുമ്പോൾ കാണാം ഒരുപാട് വീടുകൾ, ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടതും അവരുടെ എല്ലാ സ്വപ്നങ്ങളൊക്കെ സഫലമായതൊക്കെ തന്നെ ഉറ്റവരെയും മുടിയവരെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പ്രവാസ ജീവിതം നയിച്ചതിൻ്റെ ഭാഗമായി കൂടിയാണ്. അങ്ങനെ ഉള്ള പ്രവാസികളാണ് ഇപ്പോൾ കുവൈറ്റ് ഈ തീപിടുത്തത്തിൽ മരണമടഞ്ഞിരിക്കുന്നത്. ഏറെ സങ്കടകരമായ കാര്യം തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ആ ചുറ്റുപാടും ഇരിക്കുന്ന ആളുകളുടെ മുഖത്തുള്ള എത്രത്തോളം ദുഃഖിതരാണ് ആ കുടുംബമെന്ന്. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന ഇത് വെറുതെ ഒരു അപരിചിതർ പോലും ഇവിടെ എത്തുമ്പോൾ അവർക്ക് പോലും സങ്കടക്കടൽ ഇരുമ്പുന്ന ഒരു സാഹചര്യമാണ്. കേവലം ബന്ധുമിത്രാദികളുടെ മാത്രം അവസ്ഥയല്ല, എത്തുന്ന ആർക്കും അവരുടെ എല്ലാം വലിയ ഒരു വേദനയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, അതുപോലെ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ ഒക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനെത്തും. കേരള സർക്കാരിന് വേണ്ടി ഇന്നലെ തന്നെ തഹസിൽദാർ പുഷ്പചക്രം സമർപ്പിച്ചിരുന്നു. അതുപോലെ മാത്യു തോമസ് MLA ഇന്നലെ വൈകിട്ട് വീട് സന്ദർശിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിനോടൊപ്പം പങ്കുചേരുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്നലെ നമുക്ക് കണ്ടതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു നാടാകെ ഇപ്പം 5 ശരീരവും ജില്ലാ കളക്ടറും SP-യും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേ കുമാർ ചേർന്നാണ് ജില്ലാ അതിർത്തിയായ ഇരിഞ്ഞിലത്ത് വെച്ച് അവർ സ്വീകരിച്ചാണ് പിന്നീട് ഇത് ജില്ലയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു വലിയ ദുഃഖത്തിൽ തന്നെയാണ് സൂചിപ്പിച്ചു വന്നത്. ഈ തോമസ് ഹ്യൂമൻ്റെ കുടുംബം, അത് അമ്മ ഉൾപ്പെടെയുള്ള അടങ്ങുന്ന കുടുംബത്തിന്, കൊച്ചുകുട്ടി ഉൾപ്പെടെ അടങ്ങുന്ന കുടുംബത്തിനെ സംബന്ധിച്ചോളം അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായ വിഷമമുണ്ട്. അത് ഒരു ദിവസം കൊണ്ടൊന്നും അവസാനിക്കാൻ അവർക്ക് സാധ്യമല്ല. എത്ര നാൾക്കുള്ളിൽ അവർക്ക് തിരികെ ഒരു നോർമൽ ലൈഫിലേക്ക് വരുവാന്നൊക്കെ ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം പറയുക അസാധ്യമായൊരു കാര്യമാണ്. അത്രയധികം വേദനയാണ്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ കണക്കിന് ആളുകളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. നമ്മൾ ഇന്നലെ ഈ ദൃശ്യം ഇന്നലെ സഹോദരൻ്റെ വീട് എന്ന് പറയുന്നത് റോഡ് സൈഡിൽ നല്ലൊരു ഇരുനില കെട്ടിടമാണ്. എന്നാൽ ഈ തോമസ് ഹ്യൂമൻ ഇപ്പോൾ താമസിക്കുന്ന ഒരു നടപ്പാതയുള്ള ഒരു ചെറിയ നടപ്പാത മാത്രമുള്ള വീടാണ്. ഇവിടേക്ക് ആളുകൾ ധാരാളം എത്തുന്നുണ്ട്. പക്ഷേ ഇത് തോമസ് ഹ്യൂമനെ പരിചയമുള്ളവരാവണം തന്നെ ഈ നിർബന്ധമില്ല. കാരണം ഈ ദുഃഖവിവരം അറിഞ്ഞ് ഈ നാട്ടിലേക്ക് എത്തുന്ന ആളുകൾ കൂടിയാണ്. രാവിലെ അദ്ദേഹം ജോലിയിരുന്ന കമ്പനിയുടെ അധികൃതർ എത്തി അവർ പുഷ്പചക്രം അർപ്പിച്ചു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ എത്തുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒറ്റ വികാരമേ ഉള്ളൂ, തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ വിട പറഞ്ഞിരിക്കുകയാണ്. അവർ ഔചാരികമായ ഒരു സംഭവത്തിൽ കൂടെയാണ് ഇത്തരമൊരു മരണം സംഭവിച്ചിരിക്കുന്നതും എന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു ഇത് തന്നെയാണ്. ഏറ്റവും വിഷമത്തിൽ കൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം, വാക്കുകൾക്ക് ആളുകൾക്ക് എന്ത് പറയണം എന്ന് അറിയാത്ത പോലത്തെ ഒരു സാഹചര്യം കൂടിയാണ്. പരസ്പരം ആശ്വസിപ്പിക്കുക മാത്രമാണ് ഇത്തവണ ഈ സാഹചര്യത്തിൽ ആളുകൾക്ക് സാധിക്കുന്നത്. എന്നാലും വർഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാര ശുശ്രൂഷ നടക്കുക. അത് ഇപ്പോൾ പള്ളി 2 മണിയോടുകൂടി പള്ളി വീട്ടിലെ വസതിയിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ശുശ്രൂഷ നടക്കും. ശരി സുജു, കേരളത്തിന് തീരാവേദനയായി മാറിയിരിക്കുകയാണ് കുവൈറ്റ് ദുരന്തം. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് പോയ നിരവധി ആളുകളാണ് ആ സ്വപ്നങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുജു ടി ബാബു.